ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇതുവരെ ഇങ്ങനെ സ്നാക്കൊന്നും റെഡിയാക്കി എടുത്തിട്ടില്ല, അതിനെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് നിറയെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിയിലേക്കാണ് ഞാനിവിടെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു വലിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതുപോലെ കുറച്ച് വേപ്പില ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും, അതുപോലെ 2 പച്ചമുളക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തതുമാണ്. ഇനി ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. കൈ വെച്ച് മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും അരിപ്പൊടിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സായി വരും. ഇനി ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയത്തിന് ഒന്നും ആവശ്യമില്ല, എന്നാൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം. ഈ സമയത്തൊന്നും നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. സ്പൂൺ ഉപയോഗിച്ചും നമുക്ക് ഇതേ രീതിയിൽ കുഴച്ചെടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് 4 മണി സമയത്ത് ചായൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാൽ വളരെ ഈസിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതിന് ശേഷം നമുക്കിതുപോലെ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊക്കവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടെക്സ്ചറിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ സ്നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുള്ളത്. നമ്മൾ മൈദയും കടലമാവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് നല്ലപോലെ സോഫ്റ്റും അതുപോലെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. ഇതേ രീതി പ്രകാരം നമുക്ക് ഗോതമ്പ് പൊടി വെച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ആകെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ സ്നാക്ക് റെഡിയാക്കി നോക്കാത്തവരെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഞാനിവിടെ കൈ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് കൂടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് എണ്ണയിലിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. എന്നാൽ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ഈ മഴയത്ത് നമുക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. ഇതുപോലെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണിത്. എന്നാൽ നല്ലപോലെ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ മഴയത്ത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.